बताए, राम से चल के राम पे आए। प्रेम कोई हमें और न जाने, राम से रूठे राम से माने। राम सिया की करुण कहानी, एक है चंदन एक है पानी। राम सिया राम जय जय राम। 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 तेरे नाम तुम ताना तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तेरे नाम, तेरे नाम आदि का ताना तेरे नाम, आदि का ताना तेरे नाम, आदि का ताना तेरे नाम, आदि का तेरे नाम। हरि अनंत हरि कथा अनंता, कहि सुनहि बहु विधि सब संता। राम रतन धन जो कोई पाए, जीवन भर रामायण गाए। मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी। राम सिया राम जय जय राम। 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 ओम जय गंगे माता, श्री जय गंगे माता। जो नर तुझको जाता, जो नर तुझको जाता, मन वांछित फल पाता। ओम जय गंगे माता। ज्योत तुम्हारी जल निर्मल आता, मैया जल निर्मल आता। शरण पड़े जो तेरी, शरण पड़े जो तेरी, सो नर तर जाता।
परमगति पाता। मात तुम्हारी जो जन नित गाता, दास वही सहज में, दास वही सहज में मुक्ति को पाता। श्री जय गंगे माता, जो नर तुझको ध्याता, जो नर तुझको ध्याता, मनवांछित फल पाता। ओम जय गंगे माता। जय गंगे माता। ശ്രീ ഗുരുഭ്യോ നമഃ. പാഞ്ചജന്യം ഭാരതം ശ്രീരാമസാഗരം എന്ന പേരിൽ ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രോഗ്രാം ഈ വർഷം മുതൽ ആഗോളതലത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ എസ് ലേഖ തങ്കച്ചി, കലാഭാരതിയുടെ ദേശീയ പ്രസിഡന്റാണ്. ശ്രീരാമസാഗരം പരിപാടിയുടെ ആദ്യം ഈശ്വര പ്രാർത്ഥനയാണ്. അതിലേക്കായി അക്ഷയ് കുമാർ പുന്നമൂട് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. विश्वनायक रामचन्द्र नमाम्यहम्। विश्वमोहन पाञ्चजन्य च राम राम नमाम्यहम्। अर्कशोभित अब्जलोचन रामचन्द्र नमाम्यहम्। विप्रवन्दित श्यामकोमल राम राम नमाम्यहम्। सत्यधर्मसं रक्षकाय रामचन्द्र नमाम्यहम्। रविकुलोत्तम रघुकुलाधिप राम राम नमाम्यहम्। पिनाकखण्डक सौम्यवल्लभ रामचन्द्र नमाम्यहम्। भरतमारुत मोदमानस रामचन्द्र नमाम्यहम्। भरतमारुत मोदमानस रामचन्द्र नमाम्यहम्।
ഈശ്വര പ്രാർത്ഥന നടത്തി നന്ദി സ്നേഹം അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഞങ്ങളുടെ എല്ലാം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ RR സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആഗോള രാമഭക്തന്മാർക്ക് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പ്രണാമം. ഇന്ന് കൃഷ്ണാബ്ദം 5127 ആണ്ട് ശ്രാവണമാസം 25 തീയതി കർക്കടകം 18. പാഞ്ചജന്യ ഭാരതം ആഘോഷിച്ചു വരുന്ന 2025 രാമായണ ഗ്ലോബൽ ഫെസ്റ്റിവലിൻ്റെ 18ാം ദിവസം. മറ്റൊരു സംഘടനയോ പ്രസ്ഥാനങ്ങളോ കാഴ്ചവെക്കാത്ത ഒരു പ്രത്യേക ശൈലിയിലാണ് നമ്മൾ ശ്രീരാമൻ്റെ അയനത്തെ ജനസമക്ഷത്തിൽ എത്തിച്ചു വരുന്നത്. രാമായണ പാരായണവും പ്രഭാഷണങ്ങളും വിശകലനങ്ങളും ചർച്ചകളും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഭജനകളും നഗര പ്രദക്ഷിണ ഘോഷയാത്രകളും എല്ലാമായി രാമായണ മാസത്തിൻ്റെ ഓരോ നാളും രാമഭക്തന്മാരെ ആസ്വദിപ്പിച്ചു വരികയാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന സങ്കല്പത്തിൽ നിത്യനൂതനമായ സനാതന ധർമ്മത്തിന് ഒരു കൈത്താങ്ങാക്കാൻ പാഞ്ചജന്യം ഭാരതം പ്രവർത്തിച്ചു വരുന്നു. അതിനായി നാളിതുവരെ രാമഭക്തന്മാരിൽ നിന്നും നിർബാധം ഒഴുകിയെത്തുന്ന സഹായ സഹകരണങ്ങൾ ഇനിയും എന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പോഷക ഘടകമായ കലാഭാരതി വിഭാഗമാണ്. ഈ പരിപാടികൾ ധന്യമാകട്ടെ. അതിനായി എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകം രാമരാജ്യമായി മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഭാരതാംബയുടെ പാതാരബിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ സർ. വളരെ വിജ്ഞാനപ്രദമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി ശ്രീരാമസാഗർ എന്ന പരിപാടിയെ ധന്യമാക്കിയ ശ്രീ RR സാറിന് പാഞ്ചജന്യത്തിൻ്റെ പേരിൽ, കലാഭാരതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി രാമായണ പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീകുമാർ ദക്ഷിണേശ്വരം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ ഭക്തനും ശ്രീരാമകൃഷ്ണ സേവാ സമിതിയുടെ മുൻ സെക്രട്ടറിയും അംഗവുമാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവം പാരായണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ്യാത്മരാമായണം സുന്ദരകാന്ഡം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ. തവ ചരിതം അഖിലം അലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും
കപിസേനയോടും ദ്രുതം വയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു. ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം. സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയേ. അതും അവനിസുതയുടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കും നാളൊരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരെ. ബഹുവിധവചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയും ഉടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന. പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചരകുലപതിക്ക് അഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിനുടൻ. പരിഭവമൊടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദനസുതന് മുഹുരക്ഷകുമാരന് ദണ്ഡധരാലയത്തിന്നയച്ചിടിനേൻ. അധ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം. പിന്നെയും ദേവി തൻ പദം വിഗത ഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിന മധുരൈവ വന്ദിച്ചിരു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാകന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരപിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ. പുനരപി രമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ. ഉരസി മുഹുരപി മുഹുരണച്ചു പുൽകീടിനാൻ. ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ. പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നുട പാവനയായ കഥയരുൾ ചെയ്തതു. ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലിനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാത് രാവണ കുംഭകർണഹനനം സമ്പൂർണ്ണ രാമായണം. കല്യാണശീല തവ നല്ല കഥാവിലാസം. വല്ലാതെ ചൊല്ലി മമ ബാലത കൊണ്ടിതാനിം. എല്ലാം പൊറുത്തു മമ സങ്കടമാശു തീർപ്പാൻ. വിൽവാദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിജി കി ജയ്. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ.
ഭക്തിസാന്ദ്രമായ പാരായണം കൊണ്ട് ശ്രീരാമസാഗരം എന്ന ഈ പരിപാടി ധന്യമാക്കിയ ശ്രീകുമാർ സാറിന് പാഞ്ചജന്യത്തിൻ്റെ പേരിൽ, കലാഭാരതിയുടെ പേരിൽ മനസ്സ് നിറഞ്ഞ നന്ദി, സ്നേഹം പ്രകാശിപ്പിച്ചു. അടുത്തത് ഒരു ലഘു പ്രഭാഷണമാണ്. അതിനായി ജീവചരിത്രകാരനും സാഹിത്യ ഗവേഷകനും നിരൂപകനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ആയ ശ്രീ AB രഘുനാഥൻ നായർ അവരുകളെ വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ എല്ലാ സൽഗുണങ്ങളും ഒത്തുചേർന്ന യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് നാരദനോട് വാൽമീകി ചോദിക്കുന്നതിൽ നിന്നാണ് രാമായണ കഥയുണ്ടാകുന്നത്. വാൽമീകി സൂചിപ്പിച്ചതുപോലുള്ള ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ ലോകത്തുള്ളൂവെന്നും അത് ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രനാണെന്നും നാരദൻ അറിയിക്കുന്നു. ഗാംഭീര്യത്തിൽ സമുദ്രവും സ്ഥൈര്യത്തിൽ ഹിമവാനും വീര്യത്തിൽ വിഷ്ണുവും സൗന്ദര്യത്തിൽ പൂന്തിങ്കളും ക്രോധത്തിൽ കാലാഗ്നിയും ക്ഷമയിൽ ഭൂമിയും ദാനത്തിൽ കുബേരനുമാണ് രാമൻ എന്ന് നാരദൻ നൽകുന്ന ഉത്തരത്തിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവുമാണ് വാൽമീകി രാമായണം. മനുഷ്യനെ സ്നേഹച്ചങ്ങല കൊണ്ട് ബന്ധിക്കുന്ന അനുഭവമാണ് രാമായണം പ്രദാനം ചെയ്യുന്നത്. പിതൃപുത്രബന്ധം, സഹോദര സ്നേഹം, ഭാര്യാഭർത്തൃപ്രേമം, സമസൃഷ്ടി മനോഭാവം ഇവയുടെ പ്രാധാന്യം വെളിവാക്കുകയാണ് ഇതിഹാസകാരൻ. നമ്മുടെ ചിരന്തനമായ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊപ്പം സങ്കീർണവും വൈവിധ്യപൂർണവുമായ ജീവിത സമസ്യകളും ഇതിൽ വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ആർക്കും എക്കാലത്തും മാതൃകയാക്കാവുന്ന പുരുഷ സങ്കല്പമാണ് മനുഷ്യസാധാരണമായ മനോഭാവങ്ങളും ചാപല്യങ്ങളുമുള്ള രാമൻ. സാധാരണക്കാരൻ്റേതുപോലുള്ള സുഖദുഃഖാനുഭവങ്ങളും ബലഹീനതകളും ധർമ്മവ്യതിയാനങ്ങളുമെല്ലാം രാമൻ്റെ ജീവിതത്തിലുമുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് സാമാന്യജനത്തെ പ്രാപ്തരാക്കാൻ രാമൻ്റെ കഥ ഉപകരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് മഹർഷി രാമനെ സാധാരണക്കാരനായി ചിത്രീകരിച്ചത്. ഇതിനുവേണ്ടി രാമൻ്റെ മാനുഷഭാവത്തെ സാമാന്യമായും ഈശ്വരഭാവത്തെ വിശേഷമായും പ്രതിപാദിച്ചിരിക്കുന്നു. അധ്യാത്മരാമായണത്തിലാകട്ടെ രാമകഥയെ മുൻനിർത്തി ആധ്യാത്മികതയിലേക്ക് നമ്മെ നയിക്കുക എന്ന ലക്ഷ്യമാണ് സാധിച്ചിരിക്കുന്നത്. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ എന്ന് എഴുത്തച്ഛൻ വെളിപ്പെടുത്തുന്നത് ഇക്കാരണത്താലാണ്. അതിനാൽ രാമായണം ഭക്തിയോടെ കേൾക്കണമെന്നും ആചാര്യൻ ഉപദേശിക്കുന്നു. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും എന്നുപദേശിക്കുമ്പോൾ രാമായണം വായിക്കാൻ നമ്മൾ പ്രേരിതരാകുന്നു. ആദർശപുരുഷനായ രാമൻ്റെയും സതീരത്ന പ്രതീകമായ സീതയുടെയും കഥാശ്രവണത്തിലൂടെ മാനവരാശിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് എഴുത്തച്ഛൻ വിശദീകരിക്കുന്നു. തത്വഭേദങ്ങൾ, വിജ്ഞാന വൈരാഗ്യാദിയോഗ പോഷാദികളും, ക്ഷേത്രോപവാസഫലം, യാഗാദി കർമ്മഫലം, തീർത്ഥസ്നാനാദിഫലം, ദാനധർമാദിഫലം, വർണ്ണധർമ്മങ്ങൾ, പുനരാശ്രമധർമ്മങ്ങളും ഒന്നൊഴിയാതെ അദ്ദേഹം വ്യാഖ്യാനിച്ചു നൽകുന്നു. രാമായണത്തിൻ്റെ അന്തർധാരയായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഭക്തിപ്രസരണം മൂല്യച്യുതി സംഭവിച്ച ആധുനിക ലോകത്തിലെ ജനതയെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സംഘട്ടനവും അധർമ്മത്തിനുമേൽ ധർമ്മം കൈവരിക്കുന്ന വിജയവും പ്രതിപാദിക്കാൻ സഹായിക്കുന്ന കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയുമാണ് രാമായണം അവതരിപ്പിച്ചിരിക്കുന്നത്. രാമൻ്റെ സ്വഭാവ നൈർമല്യവും രാവണൻ്റെ ദുഷ്ചെയ്തികളും കേന്ദ്രപ്രമേയമാക്കിയിരിക്കുന്നത് ഈ ഉദ്ദേശ്യത്തിലാണ്. സന്മാർഗനിഷ്ഠയും സത്യസന്ധതയുമാണ് അനുവർത്തിക്കേണ്ട ഗുണങ്ങളെന്ന് രാമൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഇവയിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വരബലവും സ്ഥാനമാനങ്ങളും എതിരറ്റ പ്രതാപവും ഉണ്ടായിരുന്നിട്ടും വിധിയെ തടുക്കാനാവാതിരുന്ന രാവണൻ്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തിയോ വിശ്വാസമോ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമവും രാമായണം നടത്തുന്നില്ല. കാവ്യാസ്വാദകർക്ക് രാമനെ ധർമ്മചാരിയും കർമ്മചാരിയുമായ നായക കഥാപാത്രമായി കണക്കാക്കാം. ഭക്തന്മാർക്ക് രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. ജ്ഞാനികളാകട്ടെ പരമാത്മാവിന് മാനുഷാകാരം കൽപ്പിച്ചിരിക്കുകയാണെന്ന് സിദ്ധാന്തിക്കുന്നു. രാമനിൽ ഈശ്വരാംശത്തിനാണോ നരാംശത്തിനാണോ മുൻതൂക്കമെന്ന് ചിലരെല്ലാം ചിന്തിച്ചേക്കാം. രണ്ടായാലും രാമൻ നരശ്രേഷ്ഠനാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. വേദസമ്മതങ്ങളായ ആദർശങ്ങൾ നിലനിർത്താനായി സ്വന്തം ജീവിതസുഖങ്ങൾ ഉപേക്ഷിച്ച ത്യാഗിവര്യനാണ് രാമൻ. സീതയെ പരിത്യജിക്കുന്നതിലും ലക്ഷ്മണനെ തിരസ്കരിക്കുന്നതിലും കാണാൻ കഴിയുന്നത് ധർമ്മനിഷ്ഠയുടെ പരകോടിയാണ്. സത്യധർമാദികൾ നിലനിർത്താൻ എന്ത് ത്യാഗം സഹിക്കാനും മനുഷ്യൻ സന്നദ്ധനാകണമെന്ന സന്ദേശവും രാമകഥ നൽകുന്നു. ഇനി നമുക്ക് ഒരു കേരള നടനം ആസ്വദിക്കാം. നങ്ങ്യാർകുളങ്ങര സുദർശന നൃത്തകലാക്ഷേത്രത്തിലെ നർത്തകികൾ അവതരിപ്പിക്കുന്നു ശ്രീരാമസ്തുതി. അവതരിപ്പിക്കുന്നത് സ്വാതിശ്രീ ആതിര സുന്ദർ, കലാമണ്ഡലം അഞ്ജന നരേന്ദ്രൻ, സ്വാതിശ്രീ നിത ദിലീപ്. जानकी रमण दशरथ नंदन सर्वरीश वदन। जानकी रमण दशरथ नंदन सर्वरीश वदन। हरे राम 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 जानकी रमण।
कौशिकमख संरक्षणाकर कौशिकमख संरक्षणाकर गौतम कात निज रूपवर गौतम कात निज रूपवर महिता महेश्वर चापदळ नयन महिता महेश्वर चापदळ नयन महिता महेश्वर चापदळ नयन महिता महेश्वर चापदळ नयन मिथिलातनय करमालधर मिथिलातनय करमालधर जानकी रमण दशरथनन्दन सर्वरीश वरन हरे राम जानकी रमण दशरथनन्दन सर्वरीश वरन हरे राम जानकी रमण പ്രിയമുള്ള കുട്ടികളെ, വളരെ മനോഹരമായി നിങ്ങൾ കേരള നടനം അവതരിപ്പിച്ചു. നന്ദി, സ്നേഹം അറിയിക്കുന്നു. അടുത്തത് ശ്രീരാമസ്തുതി, ഒരു മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. അതിനായി ശ്രീ മങ്കുഴി അജിത്ത്, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മങ്കുഴി അജിത്ത് ഒരു ഗായകനും സംഗീത സംവിധായകനുമാണ്. കിളികുലമുണരുന്ന പുലർവേളയിൽ മുഖരിതമാകുന്നു രാമമന്ത്രം മന്ത്ര മുഖരിതമാകുന്നു രാമമന്ത്രം കിളിമകൾ മൊഴിയുന്ന രാമനാമം മുനികുലം നമിക്കുന്ന രാമപാദം കിളിമകൾ മൊഴിയുന്ന രാമനാമം മുനികുലം നമിക്കുന്ന രാമപാദം രഘുകുലം വിളങ്ങുന്ന സൂര്യശോഭിത മൈഥിലി മനം നിറച്ച രാമചന്ദ്ര അകലേക്കു മോക്ഷമേകി ശിലയിൽ നിന്നുണർത്തി രാമ തിരുപാദ സ്പർശനം മുക്തിമാർഗം തിരുപാദ സ്പർശനം മുക്തിമാർഗം രാമ മുക്തിമന്ത്രം ദിവ്യ മുക്തിമാർഗം രാമ മുക്തിമന്ത്രം കിളികുലം ഉണരുന്ന പുലർവേളയിൽ മന്ത്രമുഖരിതമാകുന്നു രാമമന്ത്രം ധർമ്മനിഷ്ഠ പുലർത്തുന്ന ദാശരഥേ ധർമ്മനിഷ്ഠ പുലർത്തുന്ന ദാശരഥേ മാരുതി മനസ്സുകാക്കും വീരരാമ ദശമുഖനെ നിഗ്രഹിച്ചു വൈദേഹിയെ ഗ്രഹിച്ച രാമ ശാസ്ത്രവീരമേ ശാസ്ത്രവീരമേ പൂർണ്ണശക്തിരൂപം പൂർണ്ണശക്തിരൂപം
സദാ ലക്ഷ്യമാർഗം കിളികുലം ഉണരുന്ന പുലർവേളയിൽ മുഖരിതമാകുന്നു രാമമന്ത്രം മുഖരിതമാകുന്നു രാമമന്ത്രം കിളിമകൾ മൊഴിയുന്ന രാമനാമം മുനികുലം നമിക്കുന്ന രാമപാദം മുനികുലം നമിക്കുന്ന രാമപാദം കിളികുലം ഉണരുന്ന പുലർവേളയിൽ മുഖരിതമാകുന്നു രാമമന്ത്രം. വളരെ നന്നായിരുന്നു അജിത്. സ്നേഹം, നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത ഒരു ശ്രീരാമസ്തുതിയോടുകൂടി ശ്രീരാമസാഗരം എന്ന ഈ പരിപാടി പൂർണ്ണമാകുകയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ പരിപാടികൾ ആസ്വദിച്ച നിങ്ങളെ ഓരോരുത്തരെയും നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അടുത്തത് ഒരു ഗാനമാണ്. ആലപിക്കുന്നത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ MA പാസ്സായ ലക്ഷ്മി ലളിത അവതരിപ്പിക്കുന്നു. ലക്ഷ്മിയെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. जानकी जानकी राम जानकी जानकी कथन निदानं नाहं जाने मोक्षद्वारं नाहं जाने जानकी जानकी चिमकरं
जानकी जाने रामा जानकी जाने कथन निदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम ലക്ഷ്മി നന്നായിട്ട് പാടി, വളരെ സന്തോഷം. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.